blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പുത്തനങ്ങാടി ഇൻഡസ്ട്രീസ് അങ്കമാലി. നമുക്ക് ചേർന്ന് ആ സ്ഥാപനത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുന്നു. സകലവിധ ബിസിനസ്സിൻ്റെ അനുഗ്രഹങ്ങളും അതിൻ്റെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ഥാപനം നടത്തുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും കർത്താവെ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. കൂടാതെ കർത്താവെ, ഈ സാമ്പത്തിക വർഷം വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമായി കർത്താവെ നീ അവർക്ക് മാറ്റിക്കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ആ സ്ഥാപനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹം അവിടെ നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവ് തന്നെ അതിനെ മുന്നോട്ട് നടത്തുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സ്ഥാപനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഈ സ്ഥാപനത്തെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് വേഗത്തിൽ പോവുകയാണ്. ഇന്നലെ നാം ആരംഭിച്ച സന്ദേശ പരമ്പര ദൈവത്തിൻ്റെ ആ സാമ്പത്തിക കാര്യങ്ങളെ കാണുന്ന ആ തത്വങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് സാമ്പത്തിക വിനിമയവും സാമ്പത്തിക അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ളൊരു സന്ദേശ പരമ്പരയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ ദൈവജന ഭാഗങ്ങൾ കുറിച്ചെടുക്കുകയും നോട്ട്സ് കുറിച്ചെടുക്കുകയും ചെയ്ത് തുടർന്ന് ധ്യാനിക്കുക. ഈ ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നിങ്ങളുടെ ബിസിനസ്സിലും തൊഴിലിലും എല്ലാറ്റിലും ഒരു വലിയ അനുഗ്രഹവും നിറവും കർത്താവ് എല്ലാവർക്കും നൽകട്ടെ. I am going to give you the next financial principle. ഞാൻ നിങ്ങൾക്ക് സാമ്പത്തിക തത്വത്തിന്റെ അടുത്തൊരു തത്വം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുകയാണ്. According to the scriptures, we should be sensitive to the timing of God if you need a financial breakthrough. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടിയിട്ട് നാം സെൻസിറ്റീവ് ആയിരിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. I'm saying one of the keys of financial breakthroughs is knowing the timing of God. ദൈവത്തിന്റെ സാമ്പത്തിക അനുഗ്രഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട താക്കോലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. For example, Jesus and Peter, they were in need of tax money. ഉദാഹരണമായിട്ട് യേശുവും അതുപോലെ പത്രോസും ടാക്സ് അടയ്ക്കാനുള്ള ഒരു വലിയ ആവശ്യത്തിന് മുൻപിൽ നിൽക്കുകയായിരുന്നു. Jesus told Peter, go to the waters and let out your line and catch the fish. അവിടെ യേശു പത്രോസിനോട് പറയുന്ന വെള്ളത്തിന്റെ അരികിലേക്ക് ചെന്ന് നിന്റെ ചൂണ്ട വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് മീനെ പിടിക്കുക. And take the first fish, open its mouth, there will be the tax money. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ മത്സ്യം പിടിച്ചത് ആ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് അവർക്ക് വേണ്ടി അടയ്ക്കാനുള്ള നികുതി ഉണ്ടായിരുന്നു. But there is a great timing here. പക്ഷെ അതിന് ഒരു നല്ലൊരു മഹത്തായ ഒരു സമയം യേശു നിശ്ചയിച്ചിരുന്നു. Peter received the word, the command, the mandate from Jesus. ദൈവത്തിൽ നിന്നുള്ള ആ കൽപ്പനയെ, ദൈവത്തിന്റെ ആ നിയമസംഹിതയെ പത്രോസ് സ്വീകരിച്ച ആ നിമിഷത്തിൽ And he went to the waters. എന്നിട്ട് അവൻ ആ വെള്ളത്തിലേക്ക് കടന്നു ചെന്നു. He obeyed Jesus immediately. അവൻ യേശുവിനെ അപ്പോൾ തന്നെ അനുസരിക്കാൻ തീരുമാനിച്ചു. And he went to the waters. എന്നിട്ട് അവൻ നദിയിലേക്ക് ചെന്നു. And when he let out the fishing line, എന്നിട്ട് തന്റെ ചൂണ്ട അവൻ വെള്ളത്തിലേക്ക് ഇട്ടു. see, so many thousands, uncounted thousands of fish
are moving in the waters. നിങ്ങൾക്കറിയാമോ ആ സമയത്ത് ആ ഗലീല തടാകത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മത്സ്യങ്ങൾ ഇങ്ങനെ പുളഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. But there is one particular fish that is carrying the tax amount. എന്നാൽ ഈ പതിനായിരക്കണക്കിന് മത്സ്യത്തിനിടയിൽ ഒരു മത്സ്യം മാത്രമാണ് അവർക്കുള്ള നികുതിയുടെ പണവും ചുമന്നുകൊണ്ട് നടക്കുന്നത്. And when the hook is coming down from Peter's line, ഇപ്പോൾ നോക്കുക, പത്രോസിന്റെ ചൂണ്ടയിൽ നിന്ന് കൊളുത്ത് വെള്ളത്തിലേക്ക് വീഴുകയാണ്. exactly that special fish has to be caught in the hook. ആ നിമിഷാർത്ഥത്തിൽ തന്നെ അതിനൊരു അണുവിടയ്ക്ക് വ്യത്യാസമില്ലാതെ നികുതിയും വഹിച്ചുകൊണ്ട് കിടക്കുന്ന ആ മീൻ തന്നെ ആ കൊളുത്തിൽ കൊത്തി. If Peter had delayed in coming, ഇപ്പോൾ ഓർക്കുക, പത്രോസ് ആ കാര്യത്തിൽ അല്പം താമസിച്ചു പോയിരുന്നെങ്കിൽ the fish would have gone that way, past that spot. ആ മീൻ ഒരു പക്ഷേ ആ വഴിക്ക് മറ്റൊരു വഴിക്ക് പോയിരുന്നേനെ. That is what is called the timing. അതിനെയാണ് പറയുന്നത് സമയത്ത് പ്രവർത്തിക്കുക. Everybody shout timing. എത്ര പേർ ശബ്ദത്തിൽ വിളിച്ചു പറയും സമയം? Timing of God. ദൈവത്തിന്റെ സമയം. So if only we are sensitive to the timing of God, we can enjoy financial breakthrough in our lives. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങളെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് അനുസരിച്ച് നാം നിൽക്കണം. നാം അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. A businessman should know when to invest in business. ഈ ബിസിനസ്സിൽ ഒരു ബിസിനസ്സുകാരൻ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് എപ്പോഴാണ് താൻ ബിസിനസ്സിലേക്ക് ധനം ഇറക്കേണ്ടത്. A manufacturer should know when to produce his products. ഒരു നിർമ്മാതാവ് എപ്പോഴും തന്റെ പ്രോഡക്ട്സ്, തന്റെ ഉൽപ്പന്നങ്ങൾ എപ്പോഴാണ് വിറ്റഴിക്കേണ്ടത് എന്നുള്ളവൻ തിരിച്ചു മനസ്സിലാക്കണം. And business people should know when to market the product. അതുമാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ തന്റെ ഉൽപ്പന്നം ഏത് മാർക്കറ്റിൽ എപ്പോൾ ചിലവഴിക്കണം, വിനിമയിക്കണം എന്നുള്ളത് അവൻ തിരിച്ചറിയണം. And if you want to invest in share market, you should know the exact favorable opportune season when to invest. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ഏതാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. And to know the right timing, we should be tuned to the Holy Spirit. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ സമയത്തെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം ആവശ്യമുണ്ട്. To be tuned to the Holy Spirit, we should be very prayerful. അങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ട്യൂൺ നിങ്ങൾക്ക്, ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. To be very prayerful, we should be dependent on God. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെങ്കിൽ ദൈവാശ്രയ ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. So ultimately, we should know our emptiness and inabilities. ആത്യന്തികമായി നാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയെ കുറിച്ച് നാം വ്യക്തമായി തിരിച്ചറിവുള്ളവരായി We തീരണം. should be completely dependent on God and His Spirit. ദൈവത്തിൽ, അതുപോലെ ദൈവത്തിന്റെ ആത്മാവിൽ പൂർണ്ണമായി ദൈവാശ്രയമുള്ള ഒരു വ്യക്തിയായി നാം ഓരോരുത്തരും മാറണം. So the principle is be sensitive to the timing of God. അതുകൊണ്ട് തത്വം ഇതാണ്, ദൈവത്തിന്റെ സമയത്തിൽ വളരെയധികം സെൻസിറ്റീവ് ആവുക. Let's look into the Bible and let's see what the Bible is talking about timing of God. ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത്, അത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഇപ്പോൾ കേൾക്കാം. I'm reading from Ecclesiastes chapter number 3 and verse number 1 onwards. ഇപ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. The Bible says there is a timing for everything and a season for every activity under heaven. അവിടെ ബൈബിൾ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴെയുള്ള ഓരോ പ്രവർത്തനത്തിനും ഒരു കാലമുണ്ട്. The unchangeable word says there is a timing for everything that is happening under the sun. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുകയാണ്, സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ കാര്യത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. Now these verses are written by Solomon, the greatest king and the wisest man on earth. ഈ ലോകത്തിൽ അറിയപ്പെട്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള രാജാവും ജ്ഞാനികളിൽ ജ്ഞാനിയായിട്ടുള്ളതുമായ ശലോമോൻ രാജാവ് എഴുതിയ വേദഭാഗങ്ങളാണ് ഈ നാം ഈ വായിച്ചു
വായിച്ചു കേട്ടത്. And following, he is giving a list of things that is happening according to the timing of God. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിൽ വായിക്കാൻ സാധിക്കും. രണ്ടാമത്തെ വചനം പറയുകയാണ്, there is a time to be born and a time to die. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം. Meaning, we are celebrating our birthdays because there was a particular timing in which we entered this planet. നമ്മുടെ ജീവിതത്തിൽ നാം ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു പ്രത്യേക മാസത്തിൽ, ഒരു പ്രത്യേക ദിവസത്തിൽ ദൈവം നിശ്ചയിച്ച സമയത്താണ് നാം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. And on earth people have a lot of memorial days. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ ഒത്തിരി ആളുകൾക്ക് സാധാരണ സ്മരണകൾ ഉണർത്തുന്ന പല ദിനങ്ങളുണ്ട്. And we remember the people once who were living on earth, our parents, maybe our grandparents, our kith and kin. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്നവർ, ഇന്നില്ലാത്തവർ, നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ഇവരെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ ഇന്ന് ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. The wisest man says there is a time to plant and there is a time to uproot. ഇവിടെ പറയുകയാണ്, നടുവാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. In agriculture there is a timing and there is a season. കൃഷിക്ക് ഒരു കാലഘട്ടമുണ്ട്, ഒരു ഋതുഭേദങ്ങളുണ്ട്. And verse number 3 says there is a time to kill and there is a time to heal. മൂന്നാമത്തെ വചനം പറയുകയാണ്, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം. And there is a time to tear down and a time to build. ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം. Verse number 4 says there is a time to weep and there is a time to laugh. നാലാമത്തെ വചനം പറയുകയാണ്, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. Again he says there is a time to mourn and there is a time to dance. അടുത്ത വീണ്ടും പറയുകയാണ്, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. If you look back, you can see that there were so many times in which you mourned and you cried, and there were so many times you laughed and you cheered. എന്നാൽ നിങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാലഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന, വിലപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. So there is a time for everything. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ദൈവം ഒരു കാലം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. Look in your Bible, verse number 5 says there is a time to scatter stones and there is a time to gather them. നിങ്ങളുടെ ബൈബിളിലേക്ക് നോക്കി അഞ്ചാമത്തെ വചനം എന്നോട് ചേർന്ന് വായിച്ചാലും, കല്ലുകൾ ചിതറുവാൻ ഒരു കാലം, അവ ശേഖരിക്കുവാൻ ഒരു കാലം. There is a time to embrace and there is a time to refrain. ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, അകന്നിരിക്കുവാൻ ഒരു കാലം. And there is a time to search and there is a time to give up, a time to keep and a time to throw away. ആറാമത്തെ വചനം, അന്വേഷിക്കുവാൻ ഒരു കാലം, ഉപേക്ഷിക്കുവാൻ ഒരു കാലം. Verse number 7 says there is a time to tear and a time to mend, a time to be silent and a time to speak. ഏഴാമത്തെ വചനം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിക്കുവാൻ ഒരു കാലം, മിണ്ടുവാൻ ഒരു കാലം. And verse number 8, there is a time to love and there is a time to hate, a time for war and a time for peace. എട്ടാമത്തെ വചനം, സ്നേഹിക്കുവാൻ ഒരു കാലം, വെറുക്കുവാൻ ഒരു കാലം. So if you know the timing of God, നിങ്ങൾ ദൈവത്തിന്റെ സമയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, if you are sensitive to the times and seasons of God, ദൈവത്തിന്റെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, you can catch the financial blessings from the Lord, the giver of all blessings. സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായിട്ടുള്ള ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. We should never get ahead of God nor fall behind God. നാം ഒരിക്കലും ദൈവത്തിന്റെ മുൻപിലോടരുത്, ദൈവത്തിന്റെ പുറകിലോടരുത്. Go with God. പകരം ദൈവത്തോടൊപ്പമാണ് നാം സഞ്ചരിക്കേണ്ടത്. Our pace should be with our God. Our timing should be aligned, tuned to God's timing. നമ്മുടെ സമയം എല്ലായ്പ്പോഴും മുൻപിലാകരുത്, പുറകിലാകരുത്, മറിച്ച് ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമയത്തോട് ട്യൂൺ ചെയ്ത് ചേർന്ന് നടക്കുന്നതായിരിക്കണം നമ്മുടെ സമയം. God has
set a planting time. ദൈവത്തിന് നടുവാനായിട്ട് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. God has set a growing time. ദൈവം നിങ്ങളെ വളർത്തുവാനായിട്ട് ഒരു സമയം There വെച്ചിട്ടുണ്ട്. is a reaping time. അതുപോലെ തന്നെ വിളവ് ശേഖരിക്കാനുള്ള ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. And there is an enjoying time. അപ്പോൾ തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ഒരു സമയം ദൈവം But let me tell വെച്ചിട്ടുണ്ട്. you, each phase is very important. അതുകൊണ്ട് ഈ ഓരോ ഘട്ടവും വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. Always remember one thing, God moves in cycles. നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവം എപ്പോഴും ചാക്രികമായി സൈക്കിളായി ചലിക്കുന്നവനാണ്. A cycle is a period of time in which some event happens. ഒരു ചാക്രികമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു സംഭവം മുഴുവൻ നടക്കുന്ന കാലഘട്ടമാണ്. It has a beginning, അതിന് ഒരു it ആരംഭമുണ്ടായിരിക്കും, has an ending. എന്ന് മാത്രമല്ല അതിനൊരു അവസാനവും ഉണ്ടായിരിക്കും. For example, when you sow a seed, ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ it will grow up, അത് മുളച്ചു പൊങ്ങുന്നു, it yields crop, അത് വിളവുകളായിട്ട് അതിന്റെ വിളവുകൾ അത് പുറപ്പെടുവിപ്പിക്കുന്നു, it is harvested, അത് മാത്രമല്ല അതിന് ഒരു കൊയ്ത്തുണ്ടാകുന്നു, then we get again seeds from it, എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും നമുക്ക് വിത്ത് ശേഖരിക്കാൻ സാധിക്കുന്നു, again it is planted, അത് വീണ്ടും നാം കൃഷിക്ക് വേണ്ടി ഇറക്കുന്നു, again it grows, അത് വീണ്ടും മുളയ്ക്കുന്നു. the cycle is repeated. നോക്കുക, കൃഷി രീതിയിൽ തന്നെ നോക്കുമ്പോൾ ആ ചാക്രികമായ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. Growing time is not sowing time. അതുകൊണ്ട് വളരുന്ന സമയം എന്നുള്ളത് ഒരിക്കലും അത് വിതയ്ക്കുന്ന സമയമല്ല. Harvesting time is not growing time. അതുകൊണ്ട് ഓർക്കുക, കൊയ്ത്തിന്റെ സമയം എന്നുള്ളത് അത് വളരുന്ന സമയവുമല്ല. So we should be very sensitive as to the timing and season that God has set for us. നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള കൊയ്ത്തിന്റെ വളർച്ചയുടെ സമയം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവോട് ചേർന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. One thing I want to tell you, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. we are living in the end time harvesting time of God. ദൈവത്തിന്റെ ശുശ്രൂഷയുടെ അവസാന കൊയ്ത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഇരിക്കുന്ന ഓരോ വിശ്വാസികളുമായിരിക്കുന്നത്. It could be physical or it could be spiritual. ഇത് ആത്മീക തലത്തിലായിരിക്കാം, അത് ഭൗതിക We തലത്തിലായിരിക്കാം. are the end time harvesting force. നിങ്ങൾക്കറിയാമോ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ശുശ്രൂഷയുടെ അവസാന കൊയ്ത്തിലാണ് നിൽക്കുന്നത്. All over the world there is going on a great harvesting for the Lord. ഈ ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ കൊയ്ത്ത് നമുക്ക് കാണാൻ And സാധിക്കുന്നു. we are the harvesters of the Lord in this generation in the end times. നിങ്ങൾക്കറിയാമോ, ഈ കാലഘട്ടത്തിൽ, ഈ അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള കൊയ്ത്തിന്റെ അവസാനത്തെ ശക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. Can you shout a big hallelujah? എത്ര പേർ ചേർന്ന ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയൂ? God is on the move. ദൈവം നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. We have also to move along with him. അതുകൊണ്ട് അവനോട് ചേർന്ന് നാമും ചലിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. If you are ready, shout one more hallelujah. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ, ഒരു കൊയ്ത്തിന് വേണ്ടി തയ്യാറാണെങ്കിൽ ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ബ്രദർ, ഈ മോളുടെ പേര് റാണി ജി ഉമ്മൻ. താൻ കല്ലൂരിൽ നിന്ന് വരുന്നു. തൻ്റെ കൂടെയുള്ള തൻ്റെ ഫാദറാണ്. ദൈവം ചെയ്ത വലിയ 2 സാക്ഷ്യങ്ങൾ പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയാമോ? അടുത്തിരിക്കുന്ന ആൾ പറയും, യേശു ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു. ജീസസ് ഈസ് ഡൂയിങ് മിറക്കിൾസ് ഈവൻ ടുഡേ. തൻ്റെ വിവാഹം താൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് ഒരു കാര്യവും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഇവർ ഫെബ്രുവരി 19-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷെമ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു ഒരുക്കവും നടത്തിയിട്ടില്ലാത്ത ഒരു വിവാഹം കർത്താവ് കാനായിലെ കല്യാണം എന്ന പോലെ ഏറ്റവും ഭംഗിയായി നടത്തുവാൻ പോകുന്നു. അന്നങ്ങനെ ഷെമ സിസ്റ്റർ അങ്ങനെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അന്നുണ്ടായ അത്ഭുതം എന്ന് പറയുന്നത്, ഒരു വ്യക്തി തന്നെ വന്ന് കണ്ടിരുന്നു. അന്നത്തെ ദിവസം അതിനു മുൻപ് വന്ന് കണ്ടിരുന്നു. എന്നാൽ അന്ന് രാത്രി അവർ വിളിക്കുകയാണ്, മാർച്ച് 13-ാം തീയതി എൻഗേജ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി, എല്ലാ കാര്യങ്ങളും റെഡിയായി. മാത്രമല്ല ആ കല്യാണത്തിന്റെ എല്ലാം ശരിയായി. അതുപോലെ തന്നെ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്, താൻ MSc നേഴ്സിംഗിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
തനിക്ക് 5 തിയറിയും 5 പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു. അതിലെല്ലാം തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് താൻ പറഞ്ഞത്. എന്നാൽ ഒരു ദിവസം കോൾ സെന്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനെ തുടർന്നുണ്ടായത് അത്ഭുതം എന്ന് പറയുന്നത്, ഒരു ദിവസം എഴുതിയ എക്സാം എല്ലാം കൊളമായിരുന്നു. തന്റെ ഫാദറിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല, ഞാൻ നമ്പർ മാത്രം ഇട്ട് ചുമ്മാ എഴുതിയിട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം, ഇവരുടെ ബാച്ചിലുണ്ടായിരുന്ന 3-4 കുട്ടികളെ എല്ലാ വിഷയങ്ങൾക്കും ജയിച്ചുള്ളൂ. അതിലൊരു കുട്ടിയാണ് താൻ. മാത്രമല്ല, ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞ എക്സാമിന് 62% മാർക്ക് ഉണ്ടായിരുന്നു. കൈക്കൂലി വല്ലതും കൊടുത്തോ? ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ പറഞ്ഞത് മാറിപ്പോയോ? തിയറി എക്സാം ഭയങ്കര പാടായിരുന്നു. പഠിച്ചു എങ്കിലും ഞങ്ങൾക്ക് മൊത്തം 15 മാർക്സിനും 10 മാർക്സിനും ക്വസ്റ്റ്യൻ ആണ്. 15 ചോയ്സ് ഒന്നുമില്ല. അപ്പോൾ അത് ചോയ്സ് ഇല്ലാതെ വന്നു പറഞ്ഞാൽ വായിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ബേസിക് പഠിച്ച ഒരു ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് എക്സാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഊഹം വെച്ച് എന്തൊക്കെയോ എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരിക്കലും വിചാരിച്ചില്ല അതിന് പാസ്സാവുന്നു. ഊഹം വെച്ച് എഴുതിയതൊക്കെ ശരിയായിരുന്നു. ടോട്ടൽ തനിക്ക് ലഭിച്ച ഓൾ ടുഗദർ എല്ലാത്തിനും കൂടി 68% ടോട്ടൽ മാർക്കും തനിക്ക് ലഭിച്ചു. അങ്ങനെ എല്ലാത്തിനും ജയിച്ച് കോഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ഇയർ കൂടെ ഉണ്ട്. ഇപ്പൊ മണവാട്ടിയാണ് നിൽക്കുന്നത്. ആകാൻ പോവാണ്. അല്ല, ഇപ്പോഴേ ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ. 21-ാം തീയതിയാണ്. ഇവരൊക്കെ ക്ഷണിക്കുന്നുണ്ടോ? ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് വരാൻ പോകും. ഒറ്റ വാക്കിൽ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഒറ്റ വാക്കിൽ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരിക. കാനാവിലെ വീട്ടിലെ കല്യാണം പോലെ ഒരു കല്യാണം നടക്കാൻ പോവാം. മണവാട്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ദൈവം ചെയ്ത അത്ഭുതം എത്ര വലുതാണ്. ബ്ലെസ്സിങ് ടുഡേയിൽ വേർഡ് ഓഫ് നോളജിൽ സിസ്റ്റർ ക്ഷമ അത് പറഞ്ഞപ്പോൾ അവൾ വിശ്വസിച്ചു. അന്ന് രാത്രി തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമായല്ലോ. ഈ സാക്ഷ്യം പ്രസ്താവിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ വിവാഹകാര്യത്തിൽ അനിശ്ചിതത്വമുള്ള ഒത്തിരി പേർ കാണും. അവർക്ക് വേണ്ടിയും അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത ജയത്തിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ഇവളെ അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. ചേർന്ന് ആമേൻ പറഞ്ഞാലും. ഗോഡ് ബ്ലെസ് യു. സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുക, കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകളിൽ ഞാൻ പോലും അറിയാതെ അനേകരെ യേശു തൊടുകയും സൗഖ്യമാക്കുകയും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുകയും ചെയ്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന, റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഉള്ളിൽ വിശ്വസിക്കുക, ദൈവത്തിന് ആയുസ്സിനെ ദീർഘമാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിൽ വന്നു എന്ന് പോലും പിന്നീട് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിനൊരു സൗഖ്യം തന്ന് രോഗത്തെ തുടച്ചു മാറ്റാൻ ദൈവത്തിന് സാധിക്കും. കർത്താവെ, എല്ലാ ക്യാൻസർ രോഗികൾക്കായി ഈ സമയത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ യേശുവിൻ്റെ സൗഖ്യം ഓരോ വ്യക്തികളിലും വന്ന് ചേരട്ടെ, നിറയട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികളിൽ രോഗങ്ങളുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അസ്ഥികളിൽ മാത്രമല്ല, അസ്ഥികളിനകത്ത് മജ്ജയിൽ പ്രയാസങ്ങളുള്ളവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ആമാശയത്തിന് പ്രയാസമുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ. ആന്തരാവയവങ്ങൾ ഓരോന്നും സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പരിപൂർണമായും അതിൽ നിന്നും സൗഖ്യമായി പുറത്തു വരട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. എല്ലാ നിലകളിലും കർത്താവെ, നിൻ്റെ രോഗസൗഖ്യവും വിടുതലുകളും ഇപ്പോൾ ജനങ്ങളിൽ വരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ചെവിയിലൂടെ പൊട്ടി പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വവും കർത്താവെ അങ്ങേക്ക് അർപ്പിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശനിയാഴ്ച മാവേലിക്കരയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ദൂരെയാണെങ്കിൽ പോലും യാത്ര ചെയ്ത് വരണം, അനുഗ്രഹം പ്രാപിക്കണം. അതുപോലെ യേശു ജനിച്ച് വളർന്ന് ശുശ്രൂഷിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട സ്ഥലങ്ങൾ കാണുവാൻ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പോകുന്ന സംഘത്തോടൊപ്പം വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഈ 7-ാം തീയതിയാണ് അതിൻ്റെ അവസാനത്തെ രജിസ്ട്രേഷൻ്റെ ടൈം. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ഇന്ന് കേട്ട സന്ദേശ പരമ്പര നാളെയും നമ്മൾ തുടരുന്നതായിരിക്കും. ഒന്നുപോലും മിസ് ചെയ്യരുത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: അപ്പോസ്തലന്മാർ യേശുവിനോട് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്ത്? വാട്ട് ഡിഡ് ദ അപ്പോസ്റ്റൽസ് ആസ്ക് ദ ലോർഡ് ടു ഇൻക്രീസ്? ഓപ്ഷൻസ്: എ പ്രാർത്ഥന, ബി വിശ്വാസം, സി ശക്തി, ഡി ഇവ ഒന്നുമല്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.